തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട്. തെയ്യവു കഥകളി നാവെപ്പാടിയ നാടിത കേരമരങ്ങൾ താഴിക പൊൻകുടമേന്തി നിരനിന്നെ കണി കാണു പുലരെ തെളിയുഷ മലരെ മാമ്പൂ മഞ്ഞവു തൂകി. മാപ്പിളക്കലനോട് വല്ലാത്ത ഇഷ്ടം ഉണ്ടെന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ ഞാൻ അവനെ പരിചയപ്പെട്ടു. അവനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം. അമ്മയും അച്ഛനും പൂർണ്ണ സപ്പോർട്ടാണ്. പിന്നെ സംഗീതം പഠിക്കുന്നുണ്ട്. അല്ലാ തിരുപേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത പീതാംബർ ആലം ഉടയവൻ ഏകൽ അരുളാലേ ഹായേ മുഹമ്മദ. ഹായ്, അപ്പോൾ ഞാനെന്നുള്ളത് കൊണ്ടോട്ടിക്കടുത്ത് പരുത്തക്കാട് എന്ന സ്ഥലത്താണ് കേട്ടോ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ കഴിഞ്ഞ വീഡിയോസിൽ സ്കൂളിൽ നിന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച നിഷ്മലിൻ്റെ വീട്ടിലേക്കാണ്. അതായത് അവൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് കമൻറ്റിലും അതുപോലെ വാട്സപ്പിലും അവൻ്റെ വീഡിയോ നല്ലപോലെ ഗുണം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റായിട്ട് വന്നിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് പേഴ്സണലായിട്ട് അവൻ്റെ പാട്ടുകൾ ഇനിയും കേൾക്കണം, അവൻ നല്ലൊരു കലാകാരനാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ അവൻ്റെ വീട്ടിലാണ്. അവൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണുള്ളത്, പരുത്തക്കാട് എന്ന സ്ഥലത്താണ്. അപ്പോൾ മാത്രമല്ല ഇന്ന് നമ്മളെ വീഡിയോയിൽ മറ്റൊരു കലാകാരനും കൂടി ഒരു ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും കൂടെ കൂടി നമുക്ക് കിടിലൻ വീഡിയോ ആയിരിക്കും. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റിങ്ങിലാണ്. കാരണം നമ്മൾ നിഷ്മലിൻ്റെ വീട്ടിൽ ഫസ്റ്റായിട്ട് വരാൻ തന്നെ, അതുകൊണ്ട് തന്നെ അവരും എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ്. വീഡിയോ പറഞ്ഞല്ലോ, നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നേരെ വാ, എല്ലാവരും പരിചയപ്പെടാം. നമ്മൾ ആ കഴിഞ്ഞ വീഡിയോസിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ കൂടെ ഒന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു തലക്കത്ത് ഇങ്ങനെ പരിചയപ്പെടാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫൈസൽ മാഷ് നമ്മൾ കൂടെ ഉണ്ട്. അസ്സലാമു അലൈക്കും. അതോടൊപ്പം തന്നെ ഉസ്താദ് ഉണ്ട്. ഉസ്താദിന്റെ പേര് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടില്ലായിരുന്നു. പേര്? എൻ്റെ പേര് മുഹമ്മദ് ഷാഫി ദാരിമി. ഓക്കെ, അപ്പോൾ ഉസ്താദും നമുക്കുണ്ട്. അതുപോലെ ഇന്ന് നമ്മൾ നിഷ്മലിന്റെ വല്യുപ്പ അല്ലേ, പേര് പറഞ്ഞില്ല, മുഹമ്മദ്, ഗായകനല്ലേ? ചെറിയൊരു ഗായകനാണ്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ ഗസ്റ്റ് ഉണ്ട് പറഞ്ഞിരുന്നു. അതാണ് ഇയാൾ. പേര് പറഞ്ഞോ? എന്റെ പേര് അനജ്. അനജ് എത്ര ക്ലാസ്സിൽ പഠിക്കണേ? ഞാൻ 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിൽ. നല്ല ഗായകനാണ് കേട്ടോ. ഒക്കെ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമ്മളെ നായകൻ നിഷ്മൽ, എന്താ പറയാ, അടിപൊളിയല്ലേ? സ്കൂൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം എന്തായിരുന്നു മൊത്തത്തിൽ എല്ലാവരും ഒരു അഭിപ്രായം? നല്ല അഭിപ്രായം. കുറെ ആൾക്കാർ വിളിച്ചിനി, അങ്ങനെ പറഞ്ഞു ഉഷാറായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. ഓക്കെ, പിന്നെ നമുക്കിതാ ഇന്നത്തെ വീഡിയോയിൽ ഇവന്റെ അമ്മയും കൂടെ നമ്മളെ വീഡിയോയിൽ കൂടുന്നുണ്ട്. എന്താ പറയാ കുട്ടികളായിട്ട്? നന്നായിട്ട് പാടും, കുഴപ്പമില്ല. സ്കൂളിൽ നിന്ന് ഇതിലാ കലോത്സവത്തിന് കിട്ടിയിട്ടുണ്ട് മാപ്പിളപ്പാട്ട്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ഇവനെ കൊണ്ട് നമ്മൾ ഇന്ന് മാപ്പിളപ്പാട്ട് പഠിക്കാൻ വേണ്ടി പോട്ടോ. അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരുള്ള ഒരു ചെറിയൊരു കോംബോ, ഒരു മത്സരം പോലെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അത് മാത്രമല്ല ഇവന് നിഷ്മലിൻ്റെ കുറച്ച് കൂട്ടുകാർ നമ്മളെ വീഡിയോയിലുണ്ട്, എല്ലാവരും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കുട്ടികളെ വീഡിയോ ആയിട്ട് കാണാം. നേരെ വീഡിയോയിലേക്ക്. നിഷ്മലിനെ നമ്മൾ പരിചയപ്പെടുന്നത് ഞാൻ ഉസ്താദ് മുഖേനയാണ് നിഷ്മലിനെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പം ഉസ്താദിനെ ശരിക്കും പറഞ്ഞാൽ നിഷ്മലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് മാഷാണ് അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ ഒന്ന് വീഡിയോയിലുണ്ട്. അപ്പോൾ അന്ന് അവന് പാടാനും ഒക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വീഡിയോ ലെങ്ത്ത് കാരണം ഒരുപാട് പാട്ട് നമ്മൾ മിസ്സായി. അപ്പോൾ ഇന്ന് നിഷ്മൽ നമുക്ക് വേണ്ടിയിട്ട് നല്ല കിടിലം കുറച്ച് പാട്ടിൽ പാടിത്തരും. അതോടൊപ്പം തന്നെ അവനിന്ന് കുറച്ചില്ലേ, എന്ത് പ്രശ്നം? അത് പിന്നെ പൊതുവേ ഈ ഒരു ക്ലൈമറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും അവൻ്റെ ആ ഒരു സംഗതി ഉൾക്കൊണ്ടിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും നിഷ്മൽ ആദ്യം ഏത് പാട്ടാണ് പാടണേ? ഒരു മാപ്പിളപ്പാട്ട് പാടാം, ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും നിഷ്മലിൻ്റെ ആ ഒരു പാട്ടോട് കൂടി നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അപ്പോൾ നിഷ്മലേ, അതായത് നമ്മൾ ആ വീഡിയോയിൽ നിന്റെ പാട്ടിൽ വീണ്ടും കേൾക്കണം എന്ന് താല്പര്യം പറഞ്ഞുകൊണ്ടാണ് വീണ്ടും നമ്മളിവിടെ എത്തിയത്, നിന്റെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് നീ അവർക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പാടാൻ പോണേ? ഞാൻ മോയിൻകുട്ടി വൈദ്യർ എഴുതിയ ബദർക്കിസവാട്ടിൽ നിന്ന് ഏതാനും ചില വരികളാണ്. ഓക്കെ, ഞാൻ വേറെ ചോദിക്കട്ടെ, നിഷ്മൽ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, ആദ്യം ഒരു കൊല്ലം കൊറോണന്റെ ടൈമിൽ ഒരു കൊല്ലം ഓൺലൈനായിട്ട് അഷ്റഫ് സാർ അടുത്ത് പഠിച്ചിനി. ഓൺലൈനായിട്ട് പിന്നെ പഠിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ അതായിട്ട് ബന്ധമില്ല, പക്ഷെ പാട്ട് പാടുന്നുണ്ട് അല്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ജില്ലയിൽ 1ാം സ്ഥാനം വന്നു. ആയിക്കോട്ടെ, അപ്പോൾ എന്താ നമുക്ക് ആ പാട്ടിലൂടെ തുടങ്ങാം. അറിവത് കിട്ടി പിരിന്തവൻ അബൂത്ബത്തോടറിയിച്ചു അവനുയനത്തിൽ ഉരത്താനേ ഹുവലഹുസിരഹൻ പെരുറബിഅത്തിൽ തിരത്താനേ
തെരിപകമെത്തോനാവൻ ചുണ്ട് അബുജഹലോടി കാതാവിണ്ട് തിരികെ അവൻ താൻ എളുന്താനേ കുറശികളനതിൽ പരിസരമായി ടെറിന്താനേ. അപ്പോൾ എന്തായാലും മോയിൻകുട്ടി വൈദ്യരുടെ കൃതികളായിരുന്നു. സംഗതി കേൾക്കുമ്പോൾ നല്ല മനോഹരമാണ്. പക്ഷേ ഈ പാട്ടിൽ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലേ? ഇല്ല, നല്ല സിമ്പിളായിട്ട് പഠിച്ചെടുത്തു അല്ലേ? ഈ പാട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആരായിരുന്നു? അഷ്റഫ് സാർ അടുത്തുനിന്ന് ഈ പാട്ട് ആദ്യം പഠിച്ചിന്. പഠിച്ചു. പിന്നെ നമ്മൾ പാടി ഇങ്ങനെ സെറ്റാക്കി. പിന്നെ നമ്മൾ വല്യുപ്പാന്റെ ആ ഒരു സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്കോ വല്യുപ്പാന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു മേഖലയിൽ വന്നപ്പോൾ? നല്ല അഭിപ്രായമാണ് അവൻ്റെ കാര്യം. പഠിക്കാനൊക്കെ അവനിപ്പോ ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിക്കുമോ? അങ്ങനെ എങ്ങനെയാണ് അവന്റെ കാര്യങ്ങൾ? കിട്ടിയാവാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ തള്ളിയും തന്തിയൊക്കെ നല്ല ഇതായിട്ട് ഛർദിക്കുന്ന സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് മുന്നോട്ട് പോണത്. ഓക്കെ. പിന്നെ ഫാമിലി മൊത്തത്തിൽ, കുടുംബം മൊത്തത്തിൽ നല്ല സപ്പോർട്ട് കൊടുക്കുന്നില്ലേ? ഇവന് ഉപ്പ ഇവിടെ നാട്ടിലുണ്ടോ? ഇല്ല, പുറത്തെ വിദേശത്തല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് നിഷ്മലിൻ്റെ അടുത്ത പാട്ടിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും ഇവൻ്റെ കൂട്ടുകാർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൂട്ടുകാരെ കുറിച്ച് എന്താണ് അവൻ്റെ അഭിപ്രായം ചോദിക്കട്ടെ. നിഷ്മലിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതായത് നിഷ്മലിന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ കൂടുതൽ ഇപ്പോൾ ഉണ്ടാവുക. അവനിങ്ങനെ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ നന്നായിട്ട് പാടും. മൂളി പാട്ടൊക്കെ അങ്ങനെ പാടുണ്ട്. പിന്നെ ജില്ലയിൽ ഫസ്റ്റ് കിട്ടിയ ആ ടൈമിലാണ് അവൻ്റെ ആ കഴിവൊക്കെ പുറത്തേക്ക് വന്നത് എല്ലാവരും മനസ്സിലാക്കി. നാട്ടുകാർ മൊത്തം മനസ്സിലാക്കിയത് അങ്ങനെ ആ ജില്ല ഫസ്റ്റ് അടിച്ചപ്പോഴാണല്ലേ? ഓക്കെ. പക്ഷേ ആ ജില്ലയിൽ ഫസ്റ്റ് അടിക്കുന്നത് തന്നെ അതിന് ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ട്, അതറിയില്ലേ? കാരണം ജില്ല എന്ന് പറഞ്ഞാൽ ടൈറ്റ് മത്സരമായിരിക്കും. അവിടെ നിന്നാണ് അവൻ ഫസ്റ്റ് അടിച്ച് മാറിയത്. അതാണ് ഫസ്റ്റ് സാറിൻ്റെ നല്ല സപ്പോർട്ടോട് കൂടി അല്ലേ? പിന്നെ അടുത്ത ആളെ എന്താ പറയാ? എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്, പറഞ്ഞോ. ഇതാ പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങളെ കൂട്ടത്തിൽ അത്യാവശ്യം നന്നായിട്ട് പാടണം. മറസിനെ എല്ലാ മത്സരത്തിനും പങ്കെടുക്കാറുണ്ട്. പിന്നെ ഇവന് ഉള്ളതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് മറസ്ക്ക് ഏറ്റവും കൂടുതൽ സ്കോർ നേടി തന്ന ഇവനാണ്. ഓ കൂടിയ പരിപാടിക്ക് എല്ലാത്തിനും നമുക്ക് ഫസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു കലാകാരൻ തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉണ്ട് പറഞ്ഞ പോലെ ആ ഗസ്റ്റിനെ കൊണ്ട് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. സംഗതിച്ചാൽ ഇവൻ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിനും വേണ്ടിയിട്ട് ഇവൻ ഒരുപാട് ദൂരത്ത് നിന്ന് ഇവിടെ എത്തിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ സ്ഥിതി, സുഖനല്ലേ? അപ്പോൾ എന്തായാലും നിഷ്മലിൻ്റെ പാട്ട് കേട്ടു. അപ്പോൾ ഒരു അടിപൊളി പാട്ട് നിൻ്റെ ഒന്നും പ്രതീക്ഷിക്കുകയാണ്. അപ്പം ഉസ്താദേ, അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു രീതിയിൽ എങ്ങനെ എത്തിപ്പെട്ടു, മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ്? മാപ്പിളക്കലനോട് വല്ലാത്ത ഇഷ്ടം ഉണ്ട് എന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പോൾ ഞാൻ അവനെ പരിചയപ്പെട്ടു. അവനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം. അമ്മയും അച്ഛനും പൂർണ്ണ സപ്പോർട്ടാണ്. പിന്നെ സംഗീതം പഠിക്കുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫീൽഡിലുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും അവൻ്റെ ഒരു അഭിരുചി നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നല്ല കിടിലനായിട്ട് ഞങ്ങൾക്ക് പാട്ട് പാടി തരണം കേട്ടോ. അപ്പോൾ എന്തായാലും ആ പേരൊന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് അനജ്. സ്ഥലം ഞങ്ങള് പുതിയടുത്തറമ്പ് പള്ളിപ്പുറായി. ഓക്കെ. നമ്മൾ ഏത് സ്കൂളിൽ പഠിക്കണേ? ഞാൻ MAM UP സ്കൂൾ ചെറുവട്ടൂര് വാഴക്കാടാണല്ലേ? പിന്നെ പാട്ട് പഠിക്കാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാരാ വീട്ടില്? അമ്മയാണോ അച്ഛനാണോ? അച്ഛൻ തന്നെ. അച്ഛൻ. അമ്മ സപ്പോർട്ടില്ലേ? അമ്മ ഉണ്ട്. ഇതിലിപ്പോ അച്ഛൻ ഗായകനാണോ അതോ അങ്ങനെ കൈവൊക്കെ ഉണ്ടോ? പാടാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും അച്ഛൻ്റെ അമ്മേൻ്റെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി നമുക്ക് പാടി തുടങ്ങാം അല്ലേ? അല്ലാ തിരുപേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത പീതാംബർ ആലം ഉടയവൻ ഏകൽ അരുളാലേ ആയേ മുഹമ്മദ വർഗീള ആയോവർ എല്ലാ കിളയിലും വെങ്കിള ആണോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ ചെയ്തവരതായും പവയും ആണോവർ. അടിപൊളിയായി പാടും. ഒരു കയ്യടി ആവട്ടെ എല്ലാവരും. അപ്പോൾ ഈ പാട്ട് നല്ല റിസ്ക് ഉണ്ടായിരുന്നു പഠിച്ചെടുക്കാനായിട്ട്? ആദ്യം കണ്ടപ്പോൾ കഷ്ടപ്പാടുണ്ട്. പിന്നെ എൻ്റെ ഇപ്പോൾ അനാവിക ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ അനാവിക ചേച്ചി എന്നോട് എങ്ങനെ പഠിക്കണ്ടേന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ എളുപ്പമായി. ഇപ്പൊ ഈ പാട്ട് വേദികളൊക്കെ പാടാറുണ്ടോ?
ഉണ്ട്. ഇവനെ നമ്മൾ ആൽബത്തിലൊക്കെ കൊണ്ടുവരില്ലേ? ഇൻഷാ അല്ലാ. നല്ലൊരു കലാകാരനാണ്. അതുപോലെ മാപ്പിളപ്പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുടുംബമാണ്. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇങ്ങനെ മാപ്പിളപ്പാട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും. ഇനി ഇൻഷാ അല്ലാ ഒരുപാട് ആൽബങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്യണം. മാപ്പിളക്കലക്ക് ജാതി മത ഒന്നുമില്ല, എല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പോകണം. അപ്പോൾ എന്തായാലും നിഷ്മലിൻ്റെ അടുത്ത പാട്ട് അല്ലേ? അപ്പോൾ നിഷ്മലേ, അപ്പോൾ നമ്മളെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും മുമ്പ് ഞാൻ ചോദിക്കുകയാണ്, ഈ നമ്മൾ മൊത്തത്തിൽ നമ്മൾ മാപ്പിളപ്പാട്ടിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഫൈസൽ സാർ തന്നെയാണ്. സ്കൂളിൽ ഫൈസൽ സാർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? വീഡിയോസിന് ശേഷം മറ്റ് സ്കൂളിൽ നിന്നൊക്കെ അവനെ ആ സ്കൂളിലേക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള നല്ലൊരു സ്കൂളുണ്ട്, അവിടെ പഠിപ്പിക്കുന്ന കബീർ നല്ലള എന്ന ആൾ വരെ എന്നെ വിളിച്ചു. പിന്നെ നമ്മളെ വട്ടപ്പാട്ടിനും അതുപോലെ ദഫ് അറബനമുട്ടിലൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ വരെ പറഞ്ഞു. പറ്റും. മദ്രസയിലൊക്കെ അതിനൊക്കെ പാട്ട് പാടുന്ന ആളാണ്. അപ്പോൾ ദഫും പഠിച്ചോളും. അപ്പോൾ ഒന്നും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള ആളല്ല. തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട്. തെയ്യവു കഥകളി നാവെപ്പാടിയ നാടിത കേരമരങ്ങൾ താഴിക പൊൻകുടമേന്തി നിര നിന്നെ കണി കാണു പുലരെ തെളിയുഷ മലരെ മാമ്പൂ മഞ്ഞവു തൂകി. കേരള മാമക കേരള നാട്ടിൽ വാഴ്വീരേ, തുഞ്ചന്റെ പൈങ്കിളി പാടിയ പാട്ടും പാടി ഉണരണ നാട്, താരീളം ചുണ്ടിൽ മാപ്പിള ശീലിൻ മധുരം കിനിയും നാട്. സൂപ്പറായിട്ട് കേട്ടോ. ആ ബ്രീത്തിന്റെ വിഷയം നല്ലോണം ഉണ്ട് അല്ലേ? അപ്പോൾ ഈ പാട്ട് ഇതിനെ കുറിച്ച് പറയാൻ പറ്റുമോ? പാട്ടിനെ കുറിച്ച് ബാദുഷ 14 രാവിലെ പാടിയൊരു പാട്ടാണ്. അങ്ങനെ കേട്ട് പഠിച്ച് അതങ്ങനെ കേട്ട് പഠിച്ചല്ലേ? അതുപോലെ തന്നെ ഇത് രചിച്ച ആള് OM കരുവാരക്കുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഈ ബ്രീത്ത് ഇത്ര പ്രശ്നം വരാൻ കാരണം എന്താ? അന്ന് സ്കൂളിൽ നിന്നൊരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ? പനി അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഗായകന്മാർക്ക് ഒരു ശാപമാണ് ഈ പനി ജലദോഷം പറഞ്ഞ സംഗതിയൊക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നല്ലോണം ശ്രദ്ധിക്കാം അല്ലേ? അപ്പോൾ അനജേ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പാട്ട് വളരെ മനോഹരമായ രീതിയിൽ പാടിയിട്ടുണ്ട്. അടിപൊളിയാണ്. ആ കയ്യൊന്ന് നനച്ച് ഞാൻ കയ്യിരാൻ മറന്നുപോയി. സൂപ്പറായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാപ്പിളപ്പാട്ട് ഇങ്ങനെ പഠിക്കാനോ അല്ലെങ്കിൽ ഇതിങ്ങനെ കൊണ്ടുനടക്കാൻ വല്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടോ? അത് ഞാൻ പഠിക്കുന്നുണ്ട്. കൊണ്ടോട്ടിയിൽ പെൺകുട്ടി സ്മാരകത്തിൽ പഠിക്കുന്നുണ്ട് ഇപ്പോൾ. എത്ര വർഷമായിട്ട്? ഈ അടുത്ത് തുടങ്ങിയിട്ടുള്ളൂ. ഓക്കെ. നമ്മൾ കൂടെ ഉള്ളപ്പോൾ ആരാ? ഇതിന്റെ അമ്മ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി പോവാണ്. അമ്മ വയ്ക്കുന്നവർക്ക് അമ്മക്ക്. അപ്പൊ എങ്ങനെയായിരുന്നു ഇവന്റെ ഈ ഒരു പാട്ടിലേക്കുള്ള വഴി? അത് നഴ്സറിയിൽ തന്നെ ഒരു 3.5 വയസ്സിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പറഞ്ഞ നല്ല പാടാനുള്ള കഴിവുണ്ട്. പിന്നെ സ്റ്റേജിൽ കയറാൻ അങ്ങനെ മടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അച്ഛൻ പാടുമ്പോ എന്തായാലും ഒരു അവസരം അവനും കൊടുക്കാറുണ്ടായിരുന്നു. ഈ മാപ്പിളപ്പാട്ടിന്റെ രീതിയിലേക്ക് വരുമ്പോഴേ ഈ അക്ഷരങ്ങളൊക്കെ പഠിക്കാം, ഈ അള്ളാ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടും വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിൽ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? പിന്നെ ഈ കർണാടക സംഗീതം ഒരു 3.5 വയസ്സ് മുതൽ. ഈ ഫാമിലിയിൽ നിന്നൊക്കെ ഏറ്റവും സപ്പോർട്ട് കൊടുക്കുന്നത് അച്ഛനാണ്. അച്ഛൻ പാടും. അവൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ അച്ഛൻ ഫീൽഡിലുണ്ട്. ഞാൻ ഫാർമസിസ്റ്റ് ആണ്, വാഴിയൂർ ഹെൽത്ത് സെന്ററിൽ. അണൈവാനെ കേണിയത് തുണയാകും ഷെഫിയോരേ, തുണയാനെ അസ്മാബി കുമാരി നല്ലിസ്വാനെ, തെളിവും ബദറൊളി നബിയിലെ ക്ഷണം പൊരുളിരവിൽ പുരുഷിയാലര പൂവത് ഒരുവരും അറിപ്പെട തുരുരവി, ഒരുവരും അറിപ്പെട തുരുരവി മോളിന്താനേ അബ്ദുള്ള അവർ ഇരുളിലുമായി ബരും ദാനേ. യൂട്യൂബ് ചാനൽ ഉണ്ടോ? ഉണ്ട്. ട്യൂൺസ് ആൻഡ് വർക്ക്സ് പറഞ്ഞിട്ടുള്ള. അത് 2 ദിവസം മുന്നേ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? അതൊരു പാട്ട് കിട്ടി. അപ്പൊ എന്തായാലും നല്ല പാട്ട് പ്രതീക്ഷിക്കാം ചാനലിലൂടെ നമുക്ക് അല്ലേ? ആ ചാനൽ പാട്ടിടണം. അപ്പൊ ആ ചാനൽ ലിങ്ക് നമുക്ക് താഴെ കൊടുക്കാം അല്ലേ? അപ്പൊ എന്തായാലും നിഷ്മലിന്റെ ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പൊ ബ്രീത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, കൂടുതൽ പാട്ട് പാടിപ്പിക്കുന്നില്ല. അപ്പോൾ ഉസ്താദ് എന്ത് പറയാനുണ്ടോ? ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നിഷ്മലിൻ്റെ കഴിവ് കണ്ടിട്ട് നമ്മുടെ ദിജില മീഡിയ എന്ന മധുഹി രംഗത്ത് ഏറ്റവും ഹിറ്റായൊരു മീഡിയ ഉണ്ട്. ആ മീഡിയയിൽ ഇപ്പോൾ നമ്മളൊരു പാട്ട്, ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സോങ് നിഷ്മൽ, അനിൽകൃഷ്ണ, നമ്മളെ പഴയ വീഡിയോയിലുള്ള അനിൽകൃഷ്ണനെ, അതുപോലെ മേഷപ്പായിട്ട് അനിൽകൃഷ്ണ, സലീജ് പരുത്തിക്കോട്, ഈ വിദ്യാർത്ഥികളൊക്കെ നമ്മളെ കൂട്ടത്തിലുള്ള വിദ്യാർത്ഥികളാണ്. ഇവരൊക്കെ നമ്മൾ മാപ്പിളപ്പാട്ട് പരിശീലിപ്പിക്കുന്നുണ്ട്.
നമ്മളെ പ്രശസ്ത സംഗീത സംവിധായകനായ നിസാർ മാഷ് തൊടുപുഴയുടെ ശിഷ്യന്മാരാണ് ഇവരൊക്കെ ഒരുപാട് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സുള്ള പാട്ടുകളാണ് ഇവരൊക്കെ പാടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു വർക്ക് ഞങ്ങൾ ഏതായാലും ഇവിടെ അടുത്ത് നടത്താൻ തീരുമാനിച്ചു. അധികം വൈകാതെ തന്നെ നമുക്ക് സ്ക്രീനിലും കാണാം ഇൻഷാ അല്ലാഹ്.